ഹലോ എല്ലാവർക്കും നമസ്കാരമല്ലേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ കാർത്തിക്കുട്ടി സ്കൂളിൽ പോയതിന് ശേഷം 2-3 ദിവസം കൊണ്ട് പറയുന്നുണ്ട് അമ്മേ വയണയില കഴിക്കാനൊരു കൊതിയെന്ന്. പക്ഷേ ഒരെണ്ണമൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. എങ്കിലും ഇപ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. വീടിനടുത്ത അപ്പുറത്തെ ചേച്ചി ഒരു ചെറിയ പഴുത്തേക്ക തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പീസാണ് പഴുത്തേക്ക. അപ്പോൾ ഇന്ന് രാവിലെ കാർത്തിക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് കോവയ്ക്ക മെഴുക്കുരട്ടിയും അതുപോലെ തന്നെ മോര് കാച്ചിയതുമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ തന്ന ചക്ക അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഞാനിങ്ങനെ മിക്സിക്കകത്ത് നിന്ന് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർത്തിക്കുട്ടിക്ക് പ്രത്യേകിച്ച് ഈ ഏലക്കയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല കേട്ടോ. ജീരകം ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇതൊക്കെ ഇടണമെന്നാണ് കാർത്തിക്കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. എന്നാലേ ടേസ്റ്റുള്ളൂ. ഇതെല്ലാം ഇട്ടാലല്ലേ നമുക്കൊരപ്പം ആകത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണിക്കാൻ മറന്നുപോയി ഇതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ തേങ്ങ പൊട്ടിച്ചതാട്ടോ. തേങ്ങ വേണ്ട കൈ വന്നു രണ്ടായിട്ട്. തേങ്ങയുടെ അതൊക്കെ തിരുമാൻ വലിയ പാടായിരിക്കും ഇനി കേട്ടോ. ഇനി അത് ചീകിയൊക്കെ എടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നല്ലൊരു ഫ്ലേവറാണല്ലോ തേങ്ങ ഇടുമ്പോഴത്തേക്കിന്. പിന്നെ ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്ത് കേട്ടോ. അപ്പം എന്നും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഈ മഴയൊക്കെ കാരണം ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അല്ലാത്ത എന്തെങ്കിലും ബ്രെഡ് സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഞാനാണ് ആ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഇടാൻ മറന്നുപോയുള്ളൊരു കാര്യം ശർക്കരയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ പോയി ശർക്കരയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അത് ഈ ഒരു കുപ്പിയിലെ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ചീകാനൊന്നും നിൽക്കേണ്ട, പൊടി ശർക്കരയാണ്. അപ്പോൾ അത് അഴുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഇങ്ങനെ വരുന്നില്ലായിരുന്നു. പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. പിന്നെ ഞാൻ ശർക്കര ഇട്ട് നന്നായിട്ട് ഇളക്കിയെല്ലാം കൊടുത്തിട്ട് ഇപ്പം ഈർക്കലില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം, ഇത് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ അധികം ഇത് കുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നമ്മുടെ പൊങ്കാലയ്ക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ആ ഇല ഇങ്ങനെ മടക്കിയിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്യട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി ഇതുപോലെ ഹോൾഡ് ചെയ്തെടുക്കും. ഇതായി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതായിരുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കിയ പലഹാരം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞാനിതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ടാറ്റാ ബൈ.